പുറത്തിറക്കൂ. അപ്പോൾ ആ കുശവൻ ഭഗവാന്റെ മുന്നിൽ ഒരു പുഞ്ചിരിയോടെ നിന്നു. ഭഗവാനെ, അങ്ങേ അത്ര എളുപ്പത്തിൽ പുറത്തുവിടാൻ എനിക്കാവില്ല. അങ്ങ് എനിക്കൊരു വാക്ക് നൽകണം. എന്ത് വാക്ക്? കണ്ണൻ ചോദിച്ചു. ഈ 84 ജന്മങ്ങളുടെ ഭയാനകമായ സംസാര ചക്രത്തിൽ നിന്ന് അങ്ങ് എന്നെ മോചിപ്പിക്കണം. കുശവൻ കൈകൾ കൂപ്പിക്കൊണ്ട് കണ്ണനോട് പറഞ്ഞു. കൃഷ്ണൻ മധുരമായി പുഞ്ചിരിച്ചു. തീർച്ചയായും ഞാൻ നിനക്ക് മോക്ഷം വാഗ്ദാനം ചെയ്യുന്നു. ഇനി എന്നെ പുറത്തിറക്കൂ. പോരെ ഭഗവാനെ, കുശവൻ തലയാട്ടി. എനിക്ക് മാത്രമല്ല, എന്റെ ഈ കുടിലിൽ ഉള്ളവർക്കും എന്റെ കുടുംബത്തിനും അങ്ങ് മോക്ഷം നൽകണം. അങ്ങനെയാകട്ടെ. കൃഷ്ണൻ സ്നേഹത്തോടെ സമ്മതിച്ചു. നിന്റെ കുടുംബവും മോചിതരാകും. എന്നിട്ടും ആ ഭക്തൻ തൃപ്തനായില്ല. പ്രഭു, അങ്ങയെ ഒളിപ്പിച്ച ഈ കലം നിർമ്മിക്കാൻ മണ്ണ് ചുമന്ന എന്റെ കാളകൾ, അവരും അങ്ങയെ പരോക്ഷമായി സേവിച്ചവരല്ലേ? അവരെയും അങ്ങ് അനുഗ്രഹിക്കണം. ഭക്തന്റെ നിഷ്കളങ്കമായ സ്നേഹത്തിൽ കൃഷ്ണന്റെ ഹൃദയം അലിഞ്ഞു. വളരെ നല്ലത്, അവരും മോചിതരാകട്ടെ. അപ്പോഴും ആ കുശവൻ കലത്തിൽ നിന്നും ഭഗവാനെ പുറത്തിറക്കിയില്ല. ആനന്ദ കണ്ണീരോടെ അദ്ദേഹം അവസാനത്തെ അപേക്ഷയും സമർപ്പിച്ചു. കണ്ണാ, എന്റെ അവസാനത്തെ ആഗ്രഹം, നമ്മുടെ ഈ സംഭാഷണം, ഈ മനോഹരമായ കഥ എന്നെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ആരാണോ ഭക്തിയോടെ കേൾക്കുന്നത് അവർക്കും ഈ 84 ലക്ഷം ജന്മങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് മോചനം